അപ്പോഴെല്ലാവർക്കും വീഡിയോയിലേക്ക് എന്നത്തെ പോലെ സ്വാഗതം. അമ്മയ്ക്ക് എന്താ പണി? ഇവിടെ നല്ല ചൂട് സമയമാണ്. നമ്മുടെ ക്യാബേജും കോളിഫ്ലവറിനും ഒക്കെ ചൂട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അവർക്ക് ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ സമയം കഴിഞ്ഞാണ് നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഞാൻ വെച്ചത്. അല്ല, ഞാൻ ഇപ്പോൾ കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ. ആകെ 3 എണ്ണേ ഉള്ളൂ. 2 കോളിഫ്ലവറും 1 ക്യാബേജും. നമ്മുടെ ജനുവരി വരെയൊക്കെയാണ് അവരുടെ സമയം. എന്നാലും ഈ സമയത്ത് വച്ചിട്ടും ഇത് കണ്ടോ, ചെറിയ കുഞ്ഞു പൂക്കളാണെങ്കിലും നമുക്ക് കിട്ടി. വെറുതെ കളയേണ്ടി വന്നില്ല. ഞാനോർത്ത് ഇല എടുത്ത് തോരൻ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പൂ ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിപ്പം ഇവർക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്ന കാരണമാണ് ഇവരെനിക്ക് ഇച്ചിരി പൂവൊക്കെ തന്നത് കേട്ടോ. ഞാനവർക്ക് ഞാനവർക്ക് ഇച്ചിരി നല്ല ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇനിയും പൂവൊന്നും കോളിഫ്ലവർ പൂവൊന്നും വരാതെ നിൽക്കുന്നവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കും എന്തായാലും ഇതുപോലെ പൂവൊക്കെ ഉണ്ടാവും. ഇത് കണ്ടോ, ചൂട് കാലത്ത് വേണ്ട. എന്തായാലും എൻ്റെ മക്കൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു ഫ്രൈ ഉണ്ടാക്കാൻ, അവർക്ക് കോളിഫ്ലവർ ഫ്രൈ ആണ് ഒത്തിരി ഇഷ്ടമുള്ളത്. സ്കൂളിൽ കൊണ്ടുപോയാൽ നമുക്ക് പോലും കിട്ടൂല. കൂട്ടുകാർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന. ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് എനിക്ക് കിട്ടി. ആ സന്തോഷമുണ്ട്. ഞാൻ വെച്ചത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വെച്ചത്. അമ്മ ഇന്നത്തെ എല്ലാ ദിവസവും നമുക്ക് ഈ കോളിഫ്ലവർ ബജ്ജി മതിയേ. ഹെൽത്തി ആണ് കോളിഫ്ലവർ ബജ്ജി എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഹെൽത്തി കിട്ടും. ഒരു ദിവസത്തേക്ക് വേണ്ട. പിന്നെ ഒരു ക്യാബേജ് ഇത് കണ്ടോ, ഒരു കുഞ്ഞ് ക്യാബേജ് ആയി വരുന്നുണ്ട്. ആയൊക്കെ വരുന്നതേ ഉള്ളൂ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇല എടുത്ത് തോരൻ വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. കാണാൻ പറ്റുന്നില്ലേ? അല്ലേ, ഇതിനകത്ത് കുഞ്ഞെന്താ വന്ന കണ്ടോ, വേണ്ട കുഞ്ഞ് ക്യാബേജ് വന്നിരിക്കുന്ന കണ്ടോ, ഉണ്ടോ? ഇതാ ഉണ്ട്, കുഞ്ഞ് ക്യാബേജ്. അപ്പോൾ അവർക്കും കൂടെ ചൂട് സഹിക്കാൻ വയ്യ. അവർ കുറച്ച് സമയം ഒന്ന് തണുപ്പത്തിരുന്ന് അവർ സൂക്ഷിക്കട്ടെ, അല്ലേ? അമ്മയെ എന്റെ കൈ ഇച്ചിരി തണുപ്പത്തിരുന്ന് സുഖിക്കട്ടെ അമ്മ. അപ്പം നമ്മുടെ ഇതുപോലെ കോളിഫ്ലവറിൻ്റെ പൂവൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്നവർക്ക് ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലെ ഞാൻ കഴിഞ്ഞ വർഷം കുറേ വെച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്നും ഇതുപോലെ പൂ വരാതിരുന്നപ്പം ഞാൻ ഇതുപോലെ ശ്രമിച്ചു നോക്കി. അവർക്ക് പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും വരാതിരിക്കുന്നവർ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ നല്ല തണുത്ത വെള്ളം വേണം. അപ്പോൾ ഞാൻ എന്നും വൈകുന്നേരം തണുത്ത വെള്ളം, ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെള്ളം വയ്ക്കാറില്ല കേട്ടോ. ഇവിടെ ഈ മിന്നും പൊന്നും ഒക്കെ ഏത് സമയം വന്ന് ഫ്രിഡ്ജ് തുറപ്പാണ് ഇവിടെ ജോലി. അത് കാരണം ഇവിടെ വെള്ളമൊന്നും വയ്ക്കാറേ ഇല്ല. ഞാനിപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം വെച്ചതാണ്. എങ്കിലും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം എന്തായാലും ഞാനിത് ഒരാഴ്ചക്കകത്ത് എടുക്കും. പിന്നെ ഇന്ന് ചിലപ്പോൾ കേട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചക്കകത്ത് ഞാൻ എന്തായാലും എടുക്കും.